നമസ്കാരം. ആയുർധന്വന്തിരി ചാനലിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി റിമൈനിങ് ഉള്ള ശുക്ലഗത, കൃഷ്ണഗത, ദൃഷ്ടിഗത ആൻഡ് സർവഗത രോഗങ്ങൾ എന്താണെന്ന് നോക്കാം. ശുക്ലഗത അക്കോർഡിംഗ് ടു ശുശ്രുത ആർ 11. സോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന 5 ഡിസീസസ് അർമ്മ ഡിസീസസ് ആണ്. സോ ഇത് ഉറപ്പായിട്ടും അർമ്മ ഡിസീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ആ നെയിംസ് അങ്ങനെ പഠിക്കണം. അതായത് പ്രസ്തരിയർമ്മ, ശുക്ല-അർമ്മ, സ്നായു-അർമ്മ, ക്ഷതജ-അർമ്മ ആൻഡ് അതിമാംസജ അർമ്മ. സോ അത് അർമാസ് അങ്ങനെ ബൈഹാർട്ട് ചെയ്യുക. നെക്സ്റ്റ് അർജുന തൊട്ട് ശുക്തിക വരെ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. സോ ശുക്ലഗത വ്യാധിയല്ലേ, ശുക്ല മീൻസ് വാട്ട് വൈറ്റ്. സോ വൈറ്റ് കളറിനെ എങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാമെന്ന് നോക്കാം. അർജുൻ എന്നൊരു ക്യാരക്ടർ നമുക്ക് എടുക്കാം. സോ അർജുൻ പിഷ്ടക മീൻസ് വി ക്യാൻ കമ്പയർ വിത്ത് ഡൗ. മാവിനെ ജലമൊഴിച്ച്, അതായത് സിരാജാല നമുക്ക് ജലമായിട്ടെടുക്കാം. സോ ജലം ഒഴിച്ചിട്ട് പിടക മീൻസ് വി ക്യാൻ കമ്പയർ വിത്ത് ബോയിൽസ് എങ്ങനെയാണ്, ഒരു റൗണ്ട് സ്ട്രക്ചർ അല്ലേ. സോ റൗണ്ടായിട്ട് പിടക സൈസിൽ നമ്മൾ ആ ഡൗവിനെ കുഴച്ച് ഉരുട്ടിയെടുക്കുകയാണ്. സോ നെക്സ്റ്റ് ബലാശഗ്രഥിക മീൻസ് വി ക്യാൻ കമ്പയർ. സോ നമ്മളെങ്ങനെയാണ് ഒരു ഡൗ കുഴയ്ക്കുമ്പം എത്ര ഒരു പ്രഷർ കൊടുക്കില്ലേ. സോ അതിനെ നമുക്ക് ബലാശഗ്രഥിത എന്ന് കമ്പയർ ചെയ്യാം. സോ വി നോ ദാറ്റ് ശുക്തിക മീൻസ് ഓയിസ്റ്റർ ഷെല്ലാണ്. സോ ശുക്തികയുടെ ആ ഓയിസ്റ്റർ ഷെല്ലിനെ നമുക്ക് നമ്മൾ മോദക എന്ന ഒരു ഫുഡ് പ്രിപ്പറേഷനായിട്ട് കമ്പയർ ചെയ്യാം. സോ അതേ ഷെല്ലിൻ്റെ അതേ ഒരു ഷേപ്പാണ് ഈ മോദകിനുള്ളത്. സോ മോദക ആയിട്ടാണ് നമ്മൾ ഈ കുഴച്ചെടുത്ത ആ ഡൗവിനെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മോദകമായിട്ടാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ശുക്ലഗത രോഗങ്ങളുടെ കോഡ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. കൃഷ്ണമണ്ഡല രോഗാസിൽ ആകെ 4 എണ്ണമാണ് ഉള്ളത്. എന്നാലും നമുക്കൊരു കോഡ് ഫ്രെയിം ചെയ്യാം. അതായത് അജ മീൻസ് വാട്ട്, ഗോട്ട്. സോ ഇവിടെ സവ്രണ, അതായത് ഊണ്ടോട് കൂടിയതും ആവ്രണ, അതായത് ഊണ്ടില്ലാത്തത്. സോ ഊണ്ടഡ് ആയിട്ടുള്ള ഗോട്ടും ഊണ്ടഡ് അല്ലാത്ത ഗോട്ട്സും ഉണ്ടായിരുന്നു. ഊണ്ടഡ് ആയിട്ടുള്ള ഗോട്ട്സിന് അക്ഷി പാകാത്തിയേയ. സോ അക്ഷി പാക കാരണമാണ് അവിടെ വ്രണമുണ്ടായത്. സോ ഇത് ഒരു ജസ്റ്റ് ഒരു കോഡ്, ബട്ട് ഈസി ആയിട്ട് തന്നെ ആ 4 ഡിസീസസ് അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാം. Next we are going to study code of Drishti Mandala. So we are studying this code based on a person known as നകുൽ. സോ നകുൽ എന്നൊരാളുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ നകുൽ എന്നൊരാൾ അറിയാതെ ഒരു റൂമിൽ അകപ്പെടുകയാണ്. സോ ആ റൂമിൽ നല്ല പുകയുണ്ടാവുകയാണ്, അതായത് ഗംഭീരമായിട്ടുള്ള ധൂമ. സോ ആ ധൂമ കാരണം ബട്ട് ആ ധൂമയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്, പരിമ്ലായി മീൻസ് വി ക്യാൻ കമ്പയർ വിത്ത് പരിമള മീൻസ് വി ആർ ടെല്ലിങ് ആസ് ഗുഡ് സ്മെൽ. സോ നല്ലൊരു സ്മെല്ലായിരുന്നു ആ ധൂമത്തിനുണ്ടായിരുന്നത്. സോ ഹൃസ്വാജാത്യ വി ക്യാൻ കമ്പയർ, അതായത് ഹൃദയത്തിന് വളരെ നല്ല പ്ലഷർ കൊടുക്കുന്ന ഒരു സ്മെല്ലായിരുന്നു ആ ധൂമത്തിന്. സോ ഈ ധൂമം കുറേ നേരം ശ്വസിച്ചപ്പോൾ ആ ആൾക്ക് കുറച്ച് ദൃഷ്ടിയിൽ കുറച്ച് വിദഗ്ധം, അതായത് കുറച്ച് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകും. ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. സോ ഇതൊരു ഇമാജിനേഷൻ ആയിട്ടുള്ള സ്റ്റോറിയാണ്. സോ വിദഗ്ധ ദൃഷ്ടി, അത് പിത്തജ കഫജ. സോ ഇറ്റ് ഈസ് റൈമിങ്. സോ പിത്തജ ആൻഡ് കഫജ, വിദഗ്ധ ദൃഷ്ടി, ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണ്. ഫൈനലി ആ നകുലിൻ്റെ ഫുൾ ആയിട്ടുള്ള ഐസൈറ്റ് നഷ്ടമാവുകയാണ്. സോ ലിംഗനാശ. സോ ഇറ്റ് ഈസ് ഓഫ് 5 ടൈപ്പ്: വാതജ, പിത്തജ, കഫജ, രക്തജ ആൻഡ് സന്നിപാതജ. സോ ഇങ്ങനെയാണ് നമ്മൾ നകുലിനെ ദൃഷ്ടിക്ക്, അതായത് നകുലിൻ്റെ ദൃഷ്ടിക്ക് എന്താണ് പറ്റിയത് എന്നുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് നമ്മൾ ദൃഷ്ടി മണ്ഡലയിൽ പഠിക്കുന്നത്. ഇനി സർവജനേത്ര രോഗങ്ങളുടെ കോഡ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ അഭിഷന്ത ആൻഡ് അതിമന്ദ എന്ന 2 ഡിസീസസിൻ്റെ ടോട്ടൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് കൊണ്ട് 8 ടൈപ്സ് തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അതായത് A4 എന്ന് നമുക്ക് യൂസ് ചെയ്യാം. A4 പേപ്പർ എല്ലാവർക്കും അറിയാമല്ലോ. സോ അതിലെ A4 മീൻസ്, സോ ഫസ്റ്റ് എന് 4 ടൈപ്പ് ഉണ്ട്. അതായത് വാതജ, പിത്തജ, കഫജ ആൻഡ് രക്തജ. അതുപോലെ തന്നെ സെക്കൻഡ് എ, അതായത് അതിമന്ദയ്ക്കും 4 ടൈപ്സ് ഉണ്ട്. സോ അത് A4 എന്ന് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. സോ പേപ്പർ എന്നൊരു വേർഡാണ് ഞാൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ പേപ്പർ എന്ന് ഈസി ആയിട്ട് നമുക്ക് ഓർക്കേണ്ടത് സശോഫ അക്ഷിപാക, ആ പാകയിലെ പേപ്പറിനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ സശോഫ അക്ഷിപാക ആൻഡ് ആശോഫ അക്ഷിപാക. സോ നെക്സ്റ്റ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് 3A എന്നാണ്. അതായത് 3A മീൻസ് നമുക്ക് ഈ A4 ഷീറ്റിൻ്റെ തന്നെ, A4 പേപ്പറിൻ്റെ തന്നെ 3 ബണ്ടിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. 3 ബണ്ടിൽസ്, അതായത് അനിലപര്യായ, അന്യതോവാദ ആൻഡ് അമ്ലദൂഷിത, അതാണ് 3 ബണ്ടിൽസ്. സോ ഈ 3 ബണ്ടിൽസിനെ HSS,
അതായത് HSS മീൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സോ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ 3 ബണ്ടിൽസ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. സോ അതാണ് ഇവിടുത്തെ സിരോത്പാദ ആൻഡ് സിരോഹർഷ ആൻഡ് ഹദാദിമന്ത. ഇതാണ് HSSൻ്റെ ഉള്ളിലെ ഡിസീസ്. സോ ഇത് സർവജ നേത്രരോഗ. സോ നമുക്ക് ഒരു സ്കൂളിൻ്റെ സർവജ മീൻസ് നമ്മൾ എസ് സ്കൂളായിട്ട് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാം. സോ സ്കൂളിലെ സകല, അതായത് HSS സ്കൂളിലെ ഒരു A4 ഷീറ്റിൻ്റെ സപ്ലൈ, അത് ജസ്റ്റ് നമുക്കൊരു കോഡായിട്ട് ഇവിടെ യൂസ് ചെയ്യാം. സോ ബേസ്ഡ് ഓൺ സ്ഥാനാസിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് നേത്രരോഗാസിൻ്റെ കോഡ്സാണ് ഞാൻ 2 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ BAMS ശാലക്യ സ്റ്റുഡൻസിനും ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.